ഹലോ ഗൈസ്, ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സത്യം പറഞ്ഞ ഒരു 100 വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുള്ള ഇത് ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് സംസാരിച്ചില്ല. ഒന്നാമത് വലിയ ക്രിയേറ്റീവിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചാനലിലെ ആ ഒരു ഗുണമില്ലാത്ത വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു സീരീസ് പോലെ അങ്ങനെയൊന്നുമില്ല, ചെറുങ്ങനെ വീഡിയോ ഒക്കെ സംസാരിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത് മൈൻക്രാഫ്റ്റ് അല്ല, ഇത് വേറെ ഏതോ ക്രാഫ്റ്റ് വേൾഡ് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഗെയിമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒരിക്കൽ 29 റുപ്യയും കൊടുത്തിട്ട് മൈൻക്രാഫ്റ്റ് കയറ്റിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി 625 റുപ്യ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം കയറ്റിയിട്ടുള്ള ഗെയിം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിലോ മലയാളികളുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും, മലയാളികൾ അഥവാ ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതേപോലെ സംസാരിക്കുന്ന വീഡിയോസ് തുടരുന്നതായിരിക്കും. പിന്നെ മഞ്ഞുള്ള ബയോമായതുകൊണ്ട് തന്നെ ഈ സ്നോ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടി വരും. അതൊരു പണിയാണ്. ഒരു പാത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്യണം, എന്നാൽ പിന്നെ പാത്തിൻ്റെ മുകളിൽ മഞ്ഞൊന്നും വരില്ല. അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഈ സൈഡ് സത്യം പറഞ്ഞാൽ ബാക്ക് വശമാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ അവസാനം ആക്കി വന്നപ്പോൾ ഇതന്നെ മുമ്പ് വശമായി മാറി. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീടും പിന്നെ തൊട്ടപ്പുറം കാണുന്നൊരു ലൈബ്രറി, പിന്നെ ചെറിയൊരു ട്രേഡിങ് ഹാള് പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫാം ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു പാലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മല തെച്ച് ഞാൻ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അഥവാ ഒരു സോംബിയും മറ്റ് സാധനങ്ങളും മോബ്സൊക്കെ വന്നാൽ അതിനെ ഇല്ലാണ്ടാക്കാൻ എനിക്ക് ഈ സ്നോ ആവശ്യം വരും. അത് വെച്ചിട്ട് എനിക്ക് മറ്റേ ഇതുണ്ടാക്കാമല്ലോ, സ്നോ ഗോളം. ഇനി സ്നോ എടുത്ത് വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. പിന്നെ എവിടുന്നെങ്കിലും കുറച്ച് പംകിൻ ഒപ്പിക്കണം. അത് താഴെ കണ്ടിന് കുറച്ച്, ഞാൻ പിന്നെ സെറ്റ് ചെയ്യാം. പിന്നെ പാത്ത് സെറ്റാക്കണം, ഈ വീടും പിന്നെ താഴെ കുറച്ച് ട്രേഡിങ് ഹാൾ പോലത്തെ ഒരു 10 ആളെ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്യണം. എന്തായാലും ഞാൻ ഈ മഞ്ഞൊക്കെ കളക്ട് ചെയ്യട്ടെ. പിന്നെ ഇതാണ് എനിക്ക് തട്ടിക്കൂട്ട് ലൈബ്രറി. ഞങ്ങൾക്ക് 3 ഡയമണ്ട് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ആക്കി വെച്ചതാണ് ഈ ഒരു ബിൽഡ്. പിന്നെ എവിടെയെങ്കിലും ഒരു ടേബിളൊക്കെ വെച്ചിട്ട് ഒരു വ്യൂവിങ് ഏരിയ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് നടത്തണമെന്നുണ്ട്. കറക്റ്റ് സ്പോട്ട് എവിടെ? ഇപ്പുറത്തെ വശം ഈ ഭാഗത്ത് എന്തായാലും പറ്റില്ല. ഇവിടെ ആക്കിയാലോ? ആദ്യം കുറച്ച് സ്റ്റെയർ കേസ് എടുക്കട്ടെ. സ്നോ ഞാൻ ഈ ബാരലെടുത്ത് വെക്കാം. 1 2 3 4 5 4 സ്റ്റാക്ക് ഉണ്ട് കേട്ടോ സ്നോ. ഞാനിപ്പം തന്നെ കളക്ട് ചെയ്തതിന് 4 സ്റ്റാക്ക് ഉണ്ട്. സ്റ്റെയർ കേസ് തിരിച്ചു വെക്കട്ടെ. നൈറ്റാണ്, നമുക്ക് രാവിലെ ആക്കാം. ഫാൻറ്റം ഉറങ്ങാനും പറ്റില്ലേ? ഫാൻറ്റത്തിന് റെഡി കൊടുത്താലോ? അതൊക്കെ ആക്കട്ടെ, നമുക്ക് ഗുഡ് നൈറ്റ് ആക്കാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഭാഗം കാണിച്ചു തരാം. ഈ ട്രേഡിങ് ഹാളിലുള്ള സ്ഥലം.
പിന്നെ ആ ഭാഗത്ത് ചെറിയൊരു വയലൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. പിന്നെ ഇവിടെ കുറച്ച് ഷീപ്പ് ഫാമൊക്കെ, ചെറിയൊരു ഷീപ്പ് ഫാം ഉണ്ട്. ഒരു തട്ടിക്കുട്ടി സെറ്റപ്പ്. 4-5 ഷീപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് ഒരു ചെറിയ വയലും ഒരു ചെറിയ ട്രേഡിങ് ഹാളിൽ 10 ആളുണ്ട്. 10 വില്ലേജേഴ്സ്. തൊട്ടപ്പുറം ഒരു റിവറും കൂടി ഉള്ളതുകൊണ്ട് ഒരു രസമായി. ഞാൻ ഇവിടെ സ്റ്റെയർകേസ് വെച്ച് കൊടുക്കട്ടെ. അപ്പുറത്തെ സൈഡിലും 2 എണ്ണം. ഓക്കെ, ഇനി ഇത് വെച്ച് അങ്ങനെ ട്രേഡ് ചെയ്യാറൊന്നുമില്ല. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ തെച്ചു ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെയെല്ലാം വന്ന് നിൽക്കുമ്പോൾ നല്ല രസമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.